അത് ഡോക്ടർ ഒന്നും മിണ്ടാതെ നിക്കി. എല്ലാരും ആ ലൈനിൽ കയറി നിൽക്കേ. ഈ ബാക്കിൽ കിടന്ന് തള്ളാതി, എല്ലാരും കാണാനല്ലേ നിക്കണം. എന്തായാലും അയ്യോ, ഞാൻ തള്ളിയതല്ല അമ്മ. ഈ റിസൾട്ട് ഒക്കെ കാണിച്ചെങ്കിൽ എനിക്ക് പോകായിരുന്നു. റിസൾട്ട് കാണിക്കണം, ഞാൻ നേരത്തെ കണ്ടായിരുന്നല്ലോ. എന്താ അവിടെ തള്ളണത് നിങ്ങള്? കറക്റ്റായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ നയിച്ചു പോകും. ഇതെല്ലാം കൂടെ എന്റെ തലയിൽ കയറി വന്ന് നിൽക്കാൻ പോവേണം. നിങ്ങളുടെ മാസ്ക് ഇവിടെ. മാസ്ക് വെക്കാം. എന്തൊരു ചാട്ടങ്ങൾ ചാടുന്നു. എന്തായാലും ഈ റിസൾട്ട് ഒന്ന് കാണിക്കാൻ. ഞാൻ റിസൾട്ട് കാണിക്കാൻ തന്നെ നിൽക്കണം. കിടന്ന് തള്ളാതി, എല്ലാവർക്കും കാണണം. രാവിലെ 8 മണിക്ക് വന്ന് ക്യൂ നിൽക്കണതാ. എല്ലാരും ലൈനിൽ നിശബ്ദരായ ലൈനിൽ നിൽക്കും. വരെ ഇരിക്കും. എന്താ പ്രശ്നം? ഭയങ്കര ശരീരവേദന ഡോക്ടറെ, അതുപോലെ തന്നെ കൈകാല് തരിപ്പ്, ശ്വാസം മുട്ടൽ പോലെ. BP ഉണ്ട്. BP ഉണ്ടോ? BP ഏത് മരുന്നാ കഴിക്കണേ നിങ്ങള്? അത് ഏത് മരുന്നെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ ഏത് മരുന്നാ കഴിക്കണെന്ന് നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്ക്, ബാഗിൽ നിന്ന് എടുക്ക്. തുണ്ടാ, ഞാൻ നോക്കട്ടെ. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി സമയം കളയാതെ നിങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് നോക്ക്. ഇവിടെ എനിക്ക് കുറെ പേഷ്യൻസ് നിൽക്കല്ലേ. നിങ്ങൾ ഇവിടെ നിന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങോട്ട് മാറി നിന്ന് നോക്കിയിട്ട് ആ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ. അങ്ങോട്ട് ഒതുങ്ങി നിൽക്കേ. അടുത്തുള്ള വാ. ഹലോ, എന്താണ് പ്രശ്നം? വയറ്റിനകത്തൊരു ഉരുണ്ട് കയറ്റം. നിങ്ങൾ ഇന്നലെ എന്നെ കാണാൻ വന്നതല്ലേ? ഇന്നലെ കാണാൻ വന്നിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞത്? അത് ഞമ്മള് മറന്നുപോയി. ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? ഒരുപാട് കട്ടിയുള്ളതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ എന്തൊരു പറഞ്ഞു മറന്നുപോയി പിള്ളേ. ഞാൻ എന്താണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർമ്മിച്ച് പറയേ. അയ്യോ അല്ലോ, അതെന്താ നിങ്ങൾ മറന്നുകൂടെ? നിങ്ങളത് ഓർത്ത് പറയേ. എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചാലല്ലേ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും മരുന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്താണ് ആദ്യം പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ല പിള്ളേ, മറന്നുപോയി. തള്ള വയസ്സായില്ലേ. നിങ്ങളടുത്ത് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നോ? അല്ലോ, ആദ്യം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാ, എന്നിട്ട് ഞാൻ നോക്കാം. പോ. ഇതൊന്നും സ്കൂളാണ്, ആശുപത്രിയില്ലേ? അടുത്താൾ വാ. എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് ഡോക്ടറെ, എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച പനിയായിരുന്നു. പനിയായിരുന്നോ? അപ്പൊ കൗണ്ട് കുറഞ്ഞ പനി എന്ന് പറഞ്ഞു. 4-5 ദിവസം പനിയായിരുന്നു. അപ്പൊ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോ കൗണ്ട് കുറവെന്ന് പറഞ്ഞു. ഇപ്പൊ കുറവുണ്ടോ? അപ്പൊ ഇപ്പൊ പനി വിട്ട് 2 ദിവസമായി. അപ്പൊ കൗണ്ട് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റില് ഡോക്ടർ ഒന്ന് സൈൻ ചെയ്യും. ശരി, പനിയായിരുന്ന പേരൊന്നും എനിക്ക് കേൾക്കണ്ട. പനിയാണെങ്കിൽ ഞാൻ കുറച്ച് ടെസ്റ്റിന് എഴുതാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എല്ലാത്തിനും മലേറിയ, മലമ്പനി, ചെള്ളുപനി, ചിക്കൻ ഗുനിയ, കൊറോണ, ഇതിന്റെ ഒക്കെ ടെസ്റ്റ് എടുത്തിട്ട് വരണം. എന്നിട്ട് ഞാൻ നോക്കാൻ പറ്റും. എനിക്കിപ്പോ പനിയില്ല, കൗണ്ട് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കാനാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എഴുതി തന്നാണ്. അത് നിങ്ങളാണോ പറയണ കൗണ്ട് കുറഞ്ഞു എന്നുള്ളത്? നിങ്ങളാണോ പറയണേ എനിക്കാണോ അറിയാന്നുള്ളത്? നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ടെസ്റ്റ് എടുത്തിട്ട് പോയേ, എന്നിട്ട് ഞാൻ നോക്കുള്ളൂ. പോ. കൗണ്ട് ഇത്തിരി കൂടിയാ നോക്കാൻ എഴുതി തരാൻ പറഞ്ഞപ്പോ എന്തൊക്കെ പനിക്ക് എഴുതി വച്ചിരിക്കണെന്ന് അറിയാൻ പാടില്ല. എന്താണ് അവിടെ തള്ളൽ? എന്താണ് നിങ്ങൾ ക്യൂ നിന്നതാണോ? ഞാൻ ക്യൂവിൽ തന്നെ നിൽക്കണേ. നിങ്ങൾ ബാക്കിൽ നിന്നല്ലേ? ബാക്കി പോ. ഇവരെന്തോ ഇങ്ങനെ കൊടുകൂടാ നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഞാൻ പണിക്ക് പോകും. എനിക്ക് നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നാണ്. ക്യൂവിൽ നിന്ന് വാ, മര്യാദയ്ക്ക് വാ. എല്ലാം രോഗികളായിട്ട് വന്ന് ഇരിക്കണല്ലേ, കുറച്ച് മാറ്റി പെരുമാറിക്കൂടെ? എന്താ ആരാ അത് പറഞ്ഞത്? നിങ്ങളാണോ? മാറി നിക്ക്. നിങ്ങൾ നോക്കാൻ എനിക്ക് പറ്റില്ല. മാറി നിക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ആരും കാണാൻ വരുന്നത്? അപ്പുറത്തെ ഡോക്ടർ, നല്ലൊരു ഡോക്ടർ ഉണ്ട്, അവരെ കാണാൻ പോകാം. അപ്പുറത്തെ ഡോക്ടറെ അടുത്ത് പോ. അവിടെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പൊയ്ക്കോ. എന്റെ പൊന്നെ, എന്തൊരു കൊടുകൂടാ നിക്കണോ? നിങ്ങൾ ഇതുവരെ ആ പ്രിസ്ക്രിപ്ഷൻ എടുത്തില്ലേ? ഇല്ലേ? അവര് പോയോ? പോട്ടെ. അടുത്താളോ. മക്കളെ, കൈയും കാലും ഒക്കെ ഭയങ്കര തരിപ്പ്. എന്തെന്ന് അറിഞ്ഞൂടാ. കാലിന്റെ മുട്ടുവേദനയും മുട്ടിന്റെ കുഴയിൽ അവിടുന്ന് അങ്ങോട്ട് തരിച്ചിരിക്കാൻ വയ്യ. കൈ കാല് തരിപ്പ്, അങ്ങനെ കാലിന്റെ പ്രശ്നങ്ങളൊക്കെ ഓർത്തോയാണ് കാണേണ്ടത്, എന്നെ അല്ല കാണേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ആദ്യം പോയി ഓർത്തോ ഡോക്ടർ നോക്ക്. ശരി. പോ. അപ്പൊ ഇതൊന്നും അറിഞ്ഞൂടി? എന്താണ് ഡോക്ടർ ഒന്നും പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ബഹളം കാണിക്കണമെങ്കിൽ ഞാൻ ഇരിക്കില്ല കേട്ടോ. ഞാൻ പോകുന്നു, എനിക്ക് പറ്റില്ല നിങ്ങളെ നോക്കാൻ. ഞാൻ പോകുന്നു. നിങ്ങൾ ആദ്യം കറക്റ്റ് ആയിട്ട് നിൽക്കും. എന്താ ഇത്? അതാ മറ്റേ ഡോക്ടർ വന്നു, നല്ല നോക്കും. എല്ലാരും ലൈനിൽ നിൽക്കുക കേട്ടോ. എല്ലാരും ലൈനിൽ നിൽക്കും. ഓക്കെ. അതാരാ അവിടെ? അതൊരച്ഛൻ. എന്താ അച്ഛൻ, എന്ത് പറ്റി? അച്ഛന് സുഖമില്ല. ഒന്ന് അവിടെ ഇരുത്തോ. ഇപ്പൊ നോക്കാം കേട്ടോ. ആദ്യം നോക്കാം. അവിടെ ഇരിക്കും. ഒന്ന് ആ കസേരയിൽ അച്ഛനൊന്ന് പിടിച്ചിരുത്തിക്കേ. ഓക്കെ. എല്ലാരും ഒന്ന് ക്യൂ വന്നിരിക്കും. ബഹളം വെക്കണ്ട കേട്ടോ. ഞാൻ എല്ലാരെയും നോക്കാം. ഓക്കെ. വരുമോ? ഇരിക്കും. എന്താ പ്രശ്നം?
ഭയങ്കര ശരീരവേദന ഡോക്ടറെ, അതുപോലെ തന്നെ കൈകാല് തരിപ്പ്, ശ്വാസം മുട്ടൽ പോലെ, BP ഉണ്ട്. BP ഉണ്ടോ? BP നോക്കിയായിരുന്നു ഇപ്പോൾ? എവിടെ നോക്കട്ടെ? BP ഇച്ചിരി കൂടുതലാണ് കേട്ടോ. കൂടുതലാ? ഓ, മരുന്ന് കഴിക്കുന്നുണ്ടോ? ഓ, മരുന്ന് കഴിച്ചോണ്ട്. ഏത് മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നത്? അറിയില്ല. ഓക്കെ ഓക്കെ അമ്മ, വിഷമിക്കണ്ട. ഞാനിപ്പോൾ ഒരു ടാബ്ലറ്റ് എഴുതാം. അത് BP-ക്കാണ്. അത് ദിവസം 2 വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവും 2 ഗുളിക വെച്ച് കഴിക്കണം കേട്ടോ. പനി നോക്കിയായിരുന്നോ? അവിടെ സിസ്റ്ററിൻ്റെ അടുത്ത് പനി നോക്കിയായിരുന്നു? പനിയൊന്നുമില്ലല്ലോ. അപ്പോൾ അമ്മ ഇത് കഴിച്ചാൽ മതി. 2 ദിവസം കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കണ്ടോണം കേട്ടോ. ശരി, ഓക്കെ. നല്ല ഡോക്ടർ എൻ്റെ. അപ്പോൾ മറ്റത്